ഒരു ഐക്കോണിക് സ്പോട്ടായിരുന്നു. ഓൾറെഡി വീണ്ടും തുടങ്ങിയ പള്ളിയാണ്. ഒരു ഐക്കോണിക് സ്പോട്ടായിരുന്നു. എല്ലാ കാലത്തും നമ്മൾ യാത്ര ചെയ്ത കൂട്ടത്തിൽ വളരെ കൂളായിട്ട് കണ്ടുപോകുന്നത് ഇവിടുന്ന് ഈ നേർച്ചയാറാണ്. ഇത് ഇവിടുന്ന് ഇപ്പം നാണയം പറഞ്ഞു വരുന്നൊരു സംഭവം ഉണ്ട് കാലത്തുണ്ടായിരുന്നു. ഇനി അതോട് നാണയം എറി ഈ പോകുന്ന വണ്ടിക്കാരൊക്കെ നമ്മൾ ഓർക്കപ്പുറത്തൊന്ന് തലയെ തേങ്ങ എഴുതുന്ന സംഭവമാണ്. അവർ ഭക്തി കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ കാണിക്ക വഞ്ചി അവിടെ ഇരിക്കുന്നതുകൊണ്ടും സാധനം ഇരിക്കുന്നത് ഈ വളവിനായതുകൊണ്ടും എയറിൻ്റെ ശക്തി ഭയങ്കരമായിട്ട് കയറി പിടിക്കും, നല്ലതായിട്ട് കൊള്ളും. അപ്പോൾ ഇടക്കാലത്ത് എന്തോ നിരോധനമൊക്കെ വന്നാണ്, അങ്ങനെ എറി ഇരുന്ന എന്തൊക്കെയോ നിരോധനമൊക്കെ വന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട്. അതൊരു കാലം, പണ്ടത്തെ കാലം. പക്ഷേ എന്ത് ചെയ്യാൻ, ഇത്തവണത്തെ വരവിനകത്ത് നമുക്ക് ഇതുപോലത്തെ പഴയ നൊസ്റ്റാൾജിയ പള്ളികളെല്ലാം വീണ്ടും ഓർത്തെടുക്കാൻ പറ്റിയൊരു കാലം എന്ന് പറഞ്ഞവരാണ്. എല്ലായിടത്തും ചെന്ന് നിർത്താൻ എന്തെങ്കിലും സാഹചര്യം വരും. ഇത്തവണത്തെ സാഹചര്യം ഇതിനോട് ചേർന്നൊരു ഒരു വെള്ളച്ചാട്ടമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല വെള്ളച്ചാട്ടം, നല്ല രസമുണ്ട്. പിള്ളേർക്കൊക്കെ പോകാൻ പറ്റുന്ന പരുവത്തിൽ അപ്രോച്ചബിളായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ നിർത്തിപ്പോവും. സോ സ്വാഭാവികമായിട്ടും ഞാനിവിടെ നിർത്തി വീണ്ടും ഓർമ്മകൾ പുതുക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ, ഇവിടെ ഈ ഏരിയ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വരിക. കാരണം ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന മുഴുവൻ ഈ തിരിച്ച് അങ്ങ് മരനിരകളോളം കിടക്കുവാണ്. ഓപ്പോസിറ്റ് കാണിക്കുക, ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന മുഴുവൻ ഈ കന്നാരച്ചക്കകളുടെ പൈനാപ്പിൾ കൃഷിയുടെ ഏറ്റവും വലിയ സെൻറ്ററുകളിലൊന്നാണിത്. കണ്ടോ, അങ്ങോട്ട് കിടക്കുന്ന മുഴുവൻ ഇങ്ങനത്തെ വ്യൂസാണ്. ഇവിടെ നമ്മുടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ കാണാം ഇതുപോലത്തെ ഇങ്ങനെ ഇഷ്ടംപോലെ വ്യൂസ് ഇഷ്ടംപോലെ കാണാം. അതുകൊണ്ട് തീർച്ചയായിട്ടും കാണാനും കേൾക്കാനും ഉള്ളൊരു പ്രദേശമാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും മിസ്സാക്കാതെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലുള്ള പള്ളി കണ്ടിട്ട് രാത്രി പള്ളിയും കൂടെ കണ്ടു. ഇതുവഴിയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇത് കാണാതിരിക്കത്തില്ല. ഇങ്ങനത്തെ പള്ളി നമുക്ക് മിസ്സാകാൻ പറ്റത്തില്ല. അതുപോലെ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ ശില്പമാണ്. ഇവിടെ യാത്രയുടെ ശില്പമാണ് ഏറ്റവും മനോഹരമായിട്ട് പണ്ട് മുതലേ എല്ലാവരും ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്തൊരു സാധനം. 1980 കണ്ടായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ 2013 ഇതിനെക്കുറിച്ച് എന്തോ ഒരു സംഭവം നടന്നു, ഇതിനോട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഐറ്റം ചെയ്തായിരുന്നു. സോ ഓഫ് കോഴ്സ് അതിനുശേഷം 1988 അതിന് മുമ്പായിരുന്നു ഈ സംഭവം സ്ഥാപിക്കപ്പെട്ടത്. ഇപ്പോൾ അത് ഒരു ഗ്രോട്ടോയൊക്കെ ചെയ്ത് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കര മനോഹരമാക്കി. ഇതുണ്ടോ രസം നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണാൻ നല്ല രസമുള്ള രീതിയിലോട്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് മരക്കട്ടകൾ കൊണ്ടുള്ള വഴികളും സ്റ്റെപ്പുകളും ഒക്കെ ആക്കി നല്ല രസമാക്കി വെച്ചിരിക്കുന്നു. അതുവഴി വരാം, അവിടെ ഇറങ്ങാൻ പറ്റും. ഇങ്ങോട്ടേ ഫാസ്റ്റാണ്. ഇതുകൊണ്ട് നീട്ട് സ്റ്റെപ്പ് ഓക്കെയാണോ? മാംഗോ ജ്യൂസ് ഇല്ലെന്നേ, അത് മാംഗോ അല്ലത്, അത് മാംഗോ ആണെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.